Watch full episodes on Jio Hotstar. അടിപൊളി, എന്തൊരു രസമാണല്ലേ. ഇതുപോലെ റിലാക്സ് ചെയ്യാൻ നല്ല സുഖമാണ് എപ്പോഴും. അതെ മോട്ടു, അതെ. അതുകൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. ബീച്ചിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നമുക്ക് കുറഞ്ഞ പക്ഷം 1 മണിക്കൂറെങ്കിലും ബീച്ച് കാലിയായിട്ടിരിക്കണ്ടേ? എന്നാൽ മാത്രമല്ലേ നമുക്ക് അവിടെ വെച്ച് ട്രക്കിൽ ലോഡ് നിറയ്ക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ രാത്രി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. ജഗ്ലർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സ്മഗ്ലർ. അയാളെ ആർക്കും പിടിക്കാൻ പറ്റില്ല. രാത്രി മുഴുവൻ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ആദ്യം എന്റെ ട്രെയിൻഡ് ഓക്ടോപസ് പോയിട്ട് ഒരു വലിയ കോളിളക്കം സൃഷ്ടിക്കും. അപ്പൊ എല്ലാ മനുഷ്യരും ഓടിപ്പോവും. ഒക്ടോപസിനെ കണ്ട് എന്തിനാ പേടിക്കുന്നത്? ഇതെങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? അതുപോലെ എടുത്തത് ഇങ്ങനെ എറിഞ്ഞാൽ മതി. അത് ശരി. അപ്പൊ ഈ ഒക്ടോപസിന്റെ ഐഡിയ വർക്കൗട്ട് ആയില്ല. പക്ഷെ എന്റെ റോബോട്ടിക് ടോർട്ടോയ്സ് വേറെ എപ്പോഴാ എനിക്ക് ഉപകരിക്കുക? അതിനെ ഇപ്പൊ ഇറക്കിവിടാൻ പോവുക. അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ചെയ്യും. ഇനിയിപ്പോ ഓക്ടോപസ് ടോർട്ടോയ്സിന്റെ കൂടെ തന്നെ പോകും. കലക്കിട്ടുണ്ട്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും നല്ലൊരു ബീച്ചിൽ തണുത്ത കാറ്റും കൊണ്ട് ഒരു നല്ല ഐസ്ക്രീം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. എനിക്കൊരു ഐസ്ക്രീം. ഇതെന്താണ്? ഇതാരാണ്? കണ്ടില്ലേ, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ബോസിനെ വിളിച്ചോണ്ട് വന്നിരിക്കുക. അല്ലെങ്കിൽ എന്തിനാ ഒരു ടോർട്ടോയ്സിനെ കണ്ട് പേടിക്കുന്നത്? അതിന് ഓടാൻ പോലും പറ്റില്ലല്ലോ, പിന്നെന്താ? എന്റെ മോട്ടു, നീ ഒന്ന് തിരിഞ്ഞു നോക്ക. അല്ല, കുറച്ചു മുമ്പ് ഓക്ടോപസ് വന്ന് പിടിച്ചു. ഇപ്പതേ ടോർട്ടോയ്സ് അടിക്കുന്നു. ട്രെയിനിങ് കഴിഞ്ഞ പോലെയുണ്ട്. പത്തുലു എത്ര ട്രെയിൻഡ് ആണെങ്കിലും നമ്മൾ മനുഷ്യന്മാരാണ്. ഒരു ടോർട്ടോയ്സിനെ കൊണ്ട് ഒരിക്കലും പേടിച്ചോടാൻ പാടില്ല. വരൂ. വിടില്ല. ഇതൊരു സാധാരണ ടോർട്ടോയ്സ് അല്ല. ജാക്കി ചാന്റെ അടുത്ത് പോയി കുങ്ഫു പഠിച്ചതാന്നാ തോന്നുന്നേ. അയ്യോ, പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനത്തെ ട്രെയിൻ ടോർട്ടോയ്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ഇവന്മാരെന്താ ചെയ്യാൻ പോന്നേ? എന്റെ അമ്മോ, ആവശ്യമുണ്ടോ?
അവരൊക്കെ ഒരുപാട് പുറകിലാ വരുന്നത്. വരൂ, നമുക്ക് പാനിപൂരി കഴിച്ചിട്ട് വരാം. സത്യത്തിൽ പാനിപൂരിക്ക് നല്ല ടേസ്റ്റ് ആണ്, അറിയോ നിങ്ങൾക്ക്? ചേർത്തല്ലോ മോട്ടു, ഈ പ്രാണം പോകുന്ന നേരത്തും നിനക്ക് പാനിപ്പൂരി കഴിക്കണല്ലേ? ഇതാ ഞങ്ങളുടെ ഫേമസ് പാനിപൂരി, കഴിക്കൂ. തരൂ തരൂ. നമുക്ക് ഓടിയേക്കാം. നമ്മളെ എങ്ങനെ കഴിക്കാൻ പറ്റും? ചെയ്യാ. പാനിപൂരി കഴിച്ചോളൂ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. വരൂ കൂട്ടുകാരെ, കഴിച്ചോളൂ. ചേട്ടാ, എനിക്ക് പ്ലേറ്റ് പാനിപൂരി തരൂ, ഞങ്ങൾക്ക് വേണം. ഓക്ടോപസ് ചേട്ടാ, ആക്രമണം കണ്ടില്ലേ? എല്ലാവർക്കും പാനിപ്പൂരി തരാം. വയറ് നിറച്ച് കഴിക്കട്ടെ. മോട്ടു, ഈ ഓക്ടോപ്പസിന്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ പോയാ ടോർട്ടോയ്സിനെ നോക്ക്. അവന് കൊടുക്കാനുള്ളതൊക്കെ നന്നായി കൊടുത്തിട്ട് വാ. എന്റെ ടോർട്ടോയ്സ് ചേട്ടാ, നിങ്ങളും ചെന്നാ പാനിപൂരി കഴിക്കേ. അല്ലെങ്കിലും വഴക്കിട്ടിട്ട് നമ്മൾക്ക് രണ്ടുപേർക്ക് എന്ത് കിട്ടാനാ? എന്നെ ദേഷ്യം പിടിപ്പിച്ചാലേ അത് നല്ലതല്ല കേട്ടോ. വേണ്ട, എന്റെ മോട്ടു, നീ എന്തൊക്കെയായി ചെയ്യുന്നത്? എന്റെ പത്തിലും അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞല്ലേ നീ എന്നെ പറഞ്ഞു വിട്ടത്. പക്ഷെ അവനല്ലേ ഇപ്പൊ എന്നെ നല്ലപോലെ പാഠം പഠിപ്പിക്കുന്നത്. ഞാൻ അവനെ വെറുതെ വിടില്ല. ഒരുപാട് തല്ലി നീ എന്നെ. ഇനി ഞാൻ കാണിച്ചു തരാം നിനക്ക്. വാടാ. വേണ്ട. പത്തിലോ ഇവൻ വീണ്ടും എന്നെ കൊല്ലുന്ന തോന്നുന്നത്. എന്താ സംഭവിക്കുന്നത്? ചേട്ടാ, മോട്ടിന്റെ ചങ്കേന്റെ ബ്രോ, ഇത് ഒരു റോബോട്ടാണെന്നേ. അതല്ലേ ഞാനും ആലോചിച്ചത്. എത്ര തല്ലിട്ട് അവന് ഒന്നും ഏശുന്നില്ലായിരുന്നല്ലോ. ഇനി കാണിച്ചു കൊടുക്കാം ആ റോബോട്ടിന്. റോബോട്ട് ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനാരും അടുത്ത് നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ടാവണം. അതാരായിരിക്കും? 2 പ്രാവശ്യവും കടൽ ജീവികളാണ് നമ്മളെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവരെ കൺട്രോൾ ചെയ്യുന്നവർ കടലിൽ തന്നെ ഉണ്ടാവും. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഈ ടോർട്ടോയ്സ് റോബോട്ട് ആണെങ്കിൽ അപ്പ ഓക്ടോപസും റോബോട്ട് തന്നെ ആയിരിക്കും. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. അതിനെ ഒരു കൈ നോക്കാന്നേ. അതുവരെ നമുക്ക് അതിന് പാനിപ്പൂരി കൊടുത്തോണ്ടിരിക്കാം. ഈ വിറ്റകളെ പിടിച്ചോ. ഇത് ഒറിജിനൽ ആണല്ലോ. അല്ല, ഇതെന്താ? എന്റെ റോബോട്ട് ടോർട്ടോയ്സിനെ തകർത്ത് കളഞ്ഞല്ലോ. ഇവൻ ഏതാ? കടലിൽ ഒളിച്ചിരിക്കുന്ന ആരായിരുന്നാലും ശരി, ദേ ഞാൻ എത്തിപ്പോയി. ആരാണ്? എവിടെയാണുള്ളത്? ഓഹോ, സ്വർണം കടത്തുകയാണല്ലേ. ഞാൻ വെറുതെ വിടൂല. നമ്മൾ ഇപ്രാവശ്യം പെട്ടല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? മേളിലേക്ക് വരൂ.
റത്തലു, മോഷ്ടിച്ച സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടി. ബം ചിക്ക് ചിക്ക് ബം. പിന്നെ അതാണ് സ്മഗ്ലേഴ്സ്. ഇവരാണ് കടലിൽ നിന്ന് സിറവോൾട്ട്, ടോർട്ടോയ്സ് പിന്നെ ഒക്ടോപസിനെയും പറഞ്ഞു വിട്ടത്. ഒളിച്ചു കളിച്ചത് മതി സ്മഗ്ലർ ചേട്ടാ, ഇങ്ങോട്ട് പോരെ. എന്തിനാ ചേട്ടാ, എന്തിനാ ഇങ്ങനെ ഞങ്ങൾ എടുത്ത് എറിയുന്നേ? ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കുക. എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ, പക്ഷെ ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ഇനി നിങ്ങൾ ജയിലിലേക്കാണ് പോവേണ്ടത്. സ്വർണം മോഷ്ടിക്കുകയാണല്ലേ? യോമാരന്റെ കട നശിപ്പിച്ചു. ഞങ്ങൾക്ക് ഇത് മാത്രം നഷ്ടം സംഭവിച്ചെന്ന് അറിയാമോ? ഓക്ടോപസ് അടിച്ചു. അടിക്കാവന്മാരെ വിടരുത്. അടി അടി അടി. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ആരാണ് ഇവരെ? എന്ത് സംഭവമാണ് നടക്കുന്നത്? ഇവിടെ എന്ത് വലിയൊരു സ്വർണ്ണക്കടത്താണിത്? ഇവന്മാര് ഭയങ്കര കള്ളന്മാരാണല്ലോ. ഇവന്മാരെയൊക്കെ ഇപ്പൊ തന്നെ ഞാൻ ജയിലിൽ കൊണ്ട് അടയ്ക്കാൻ പോവുകയാണ്. മോട്ടു സാർ, പത്രു സാർ, താങ്ക് യു. വളരെ വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ചേട്ടാ, ഞങ്ങളെ ആരും രക്ഷിക്കാനാ? ഇതിന് വയറ് നിറയുന്നേ ഇല്ലെന്നേ. കടയിലുള്ള പാനിപ്പൂരിയൊക്കെ ഇത് കാലിയാക്കി. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും സുന്ദരമായ ഹിസ്റ്റോറിക്കൽ സിറ്റി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാനിതുവരെ കണ്ടിട്ടില്ലെന്നേ. എത്ര രാജാക്കളും മഹാരാജാക്കളും ചേർന്നിട്ടാണ് ഇത് ഇത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിയാണ് പറഞ്ഞത്. അമ്മോ, രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. ചേട്ടാ, ഇവിടെ വേദോ ഡ്രാമ നടക്കുന്നുണ്ടോ? രാജാവാണ് ഞാൻ. രാജാവ്, രാജാവ്. നിങ്ങളെല്ലാവരും ആരാണ്? എന്റെ ശിപ്പായികളൊക്കെ എവിടെ? എന്റെ മന്ത്രി എവിടെ? ഡോക്ടർ ജഡ്ക, മോട്ടുവിന് എന്താ സംഭവിച്ചത്? അവന് തലയ്ക്ക് വല്ല സുഖക്കേടുണ്ടോ? അതുകൊണ്ടാണോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ എന്തിനാ ഈ രാജാവിന്റെ വേഷമിട്ട് വന്ന് നിൽക്കുന്നത്? ഇപ്പൊ അവൻ എന്തൊക്കെ പറയുന്നു അതുപോലെയൊക്കെ ചെയ്യൂ. അവനെ ബിസിയായി വെച്ചിരിക്കണേ. അപ്പോഴേക്ക് ഞാൻ അവനെ ശരിയാക്കാനുള്ള മരുന്നുണ്ടാക്കി കൊണ്ടുവരാം. അതെ. ആരാണ് നിങ്ങൾ 3 പേരും? എന്താണ് ബഹുമാനമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങളുടെയൊക്കെ പേരെന്താണ്? എന്റെ അമ്മോ, ചിങ്കമ്മേ, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിള്. എന്തിനാ നീ ഇങ്ങനെ സിംഹം സിംഹം എന്ന് പറഞ്ഞ് വായിട്ടലയ്ക്കുന്നത്? ഇന്ന് മുതൽ നീ എന്റെ അംഗരക്ഷകനാണ്. നീയായിട്ട് മാറ്. മഹാരാജാവേ, ഞാൻ അങ്ങയുടെ സിപ്പായി സലാറാണ്. നിങ്ങളാണ്, ഞാനാണ്. അംഗരക്ഷക, എന്താണ് ഇതൊക്കെ? എന്തിനാണ് ജനങ്ങൾ കൂടിയിരിക്കുന്നത്? പൊളിച്ചെടുത്തല്ലോ. മോട്ടോന് കുടിക്കാൻ വെള്ളം വേണത്രേ. കുടിക്കാൻ തണുത്ത വെള്ളം വേഗം കൊണ്ടുവരാൻ. അല്ല, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഗസീറ്റാറാം? മോട്ടു ഇപ്പൊ വെള്ളമാണോ ചോദിച്ചത്? വെള്ളമല്ല ചോദിച്ച, ഒറ്റയ്ക്ക് ഇരിക്കണമെന്നാ പറഞ്ഞ്. കുറച്ചു നേരം സമാധാനം ഇരിക്കണമെന്ന്. എന്നെയാണോ മോട്ടു എന്ന് വിളിച്ചത്? നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ മോട്ടു എന്ന് വിളിക്കൂ അല്ലേ? ഇതെന്താ റോഡ് ഷോ വല്ലതുമാണോ? അല്ലെങ്കിൽ പിന്നെ വല്ല നാടകം നടക്കുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാരും മര്യാദയ്ക്കൊന്ന് മാറി നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒറ്റോട്ടിന് ഞാൻ വെറുതെ വിടില്ല. ഈ ശിപ്പായുടെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിള്. അല്ല, ഇത് കൊള്ളാലോ. ഇതെങ്ങനെയാ നക്ഷത്രങ്ങളൊക്കെ താഴെ വിരിക്കണേ? അവിടെ ആരാണ് എന്നെ രഹസ്യമായി ഒളിഞ്ഞു നോക്കുന്നത്? തീർച്ചയായിട്ടും അവൻ ശത്രുപക്ഷത്തുള്ളവനായിരിക്കാം. അംഗരക്ഷകനെ, അവനെ ഞാൻ നോക്കിക്കോളാം. ആക്രമിക്കൂ. അയ്യോ, ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ ഇപ്പൊ കട്ടപ്പുകയായേനെ. ഇവിടെ സാഹചര്യം വളരെ മോശമാവുകയാണല്ലോ. ഞാൻ എത്രയും പെട്ടെന്ന് വല്ല സേഫായ സ്ഥലത്തേക്കും പോയി മരുന്ന് കണ്ടെത്തണം. ഞാൻ പോയിട്ട് വരാം. അംഗരക്ഷകനെ, എന്റെ റാണി എവിടെ? എവിടെ എന്റെ റാണി? വരാൻ പറയൂ, വേഗം വരാൻ പറയൂ. എന്താ
എന്തിനാ പെണ്ണിങ്ങനെ നോക്കുന്നത്? വേണ്ട വേണ്ട, നിങ്ങളുടെ നോട്ടം ശരിയല്ല. ഞാൻ അത്രക്കാരനല്ല. ഡോക്ടർ ചക്ക വരുന്നത് വരെ വേണ്ട, വേണ്ട. മോൾട്ടിന്റെ ശ്രദ്ധ മാറ്റാതിരിക്കാൻ നമുക്ക് ഇതൊക്കെ ചെയ്തേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ പത്തു മഹാരാണി? രാജാവേ നമസ്കാരം. എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തിനാന്ന് പറയാമോ? എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. ഒരു പ്ലേറ്റ് നിറച്ച് സമൂസ ചൂടോടെ കൊണ്ടുവന്ന് വെക്കൂ. പൊളിച്ചെടുത്തല്ല, മോട്ട് ബാക്കിയുള്ളതൊക്കെ മറന്നു. പക്ഷെ സമോസ കഴിക്കുന്ന കാര്യത്തിൽ മാത്രം മറവില്ലാണ്ടാ. വീണ്ടും രാജാവിനെ നീ മോട്ടു എന്ന് വിളിക്കുന്നു അല്ലേ? വേണ്ട, തല്ലല്ലേ. എനിക്ക് ഇനി വീണ്ടും കറങ്ങാൻ പറ്റില്ല. മമ്മി. രാമ വളരെ നല്ലതായിട്ടുണ്ട്. രാജാവായി വേഷം കെട്ടിയാണ് നല്ല അഭിനയമാണ് കാണിക്കുന്നത്. ശരിക്കും ഒറിജിനൽ രാജാവിനെ പോലെ തന്നെയുണ്ട്. ഒറിജിനൽ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എടാ, ഞാൻ ഒറിജിനൽ രാജാവ് തന്നെയാടാ. വിശ്വാസമായില്ലെങ്കിൽ എന്നെ പിടിച്ചോ, പിടിച്ചോ, പിടിക്കേ, പിടിക്കേ. എന്റെ റാണി സാഹിബ, എനിക്ക് വല്ലാണ്ട് ബോറടിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി നൃത്തം ചെയ്യൂ. സേവകനെ, തബല എടുത്ത് വായിക്കാൻ നോക്ക്. മഹാറാണി ഇപ്പോൾ നൃത്തം ചെയ്യാൻ പോവുകയാണ്. പൊളിച്ചെടുത്തല്ലോ. എന്താ പറഞ്ഞേ? അതെ അതെ അതെ, ഞാൻ തബലിസ്റ്റാണ്. എടാ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാനിവിടെ സേഫ് ആണ്. ഇവിടെ ഇരുന്നു കൊണ്ട് എന്നെ കൊണ്ട് ആന്റിഡോട്ട് ഉണ്ടാക്കാൻ പറ്റും. കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്. അവിടെ ഇല്ലാത്തത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ അവൻ എന്നെ എന്തൊക്കെ ചെയ്യാൻ പറയുവോ ആവോ. എന്നെ കൊണ്ട് സമാധാനമായിട്ട് ആന്റിഡോട്ട് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. ചേട്ടാ എന്റെ ചങ്ക, എന്റെ ബ്രോ, മോട്ടുവിനെ മേലേക്ക് കൊണ്ടുപോവാ. ഞാൻ ആന്റിഡോട്ട് കണ്ടെത്തി. ഇന്നാ ഫ്ലൈയിങ് ഹെൽമെറ്റ് പിടിച്ചോ. മഹാരാജാവേ, ഇത് വാങ്ങിക്കോളൂ. നിങ്ങളുടെ കിരീടം മാറ്റി വെച്ചിട്ട് ഇത് ധരിച്ചോളൂ. നമുക്ക് മുകളിലേക്ക് പോകാം. ഇത് സ്വീകരിച്ചാലും മഹാരാജാവേ. മഹാറാണി, എന്ത് ധൈര്യമുണ്ടെങ്കിൽ എന്റെ കിരീടത്തിൽ നീ കൈവയ്ക്കും. എന്നിട്ട് ഇത് അഴിച്ച് നിന്റെ തലയിൽ വെക്കാനുള്ള ഉദ്ദേശമാണോ? എന്നിട്ട് എന്റെ ഈ രാജ്യം നിനക്ക് പിടിച്ചെടുക്കണമെന്നുണ്ടായിരിക്കും അല്ലേ? പറയൂ. എന്നെ മുകളിലേക്ക് പറഞ്ഞു വിടാനുള്ള അതിബുദ്ധിയായിരിക്കും നീ കാണിച്ചത് അല്ലേ? ഇനി ഇത് ചെയ്യോ? പറയൂ. എന്റെ അമ്മോ, കസിഡറാം, ആ തബലൊന്ന് നിർത്ത്. പത്ലു, ആ ഹെൽമെറ്റ് ഇട്. മഹാരാജാവേ, വേണ്ട. എന്റെ അമ്മോ. അയ്യോ, ആരെങ്കിലും അവരെ പിടിക്ക്. എന്റെ കടയിലത്തെ സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് അവർ ഓടുക. ഇതെല്ലാം നശിപ്പിച്ചിട്ട് കാശ് അതിന് പോടാ. ആരെങ്കിലും അവരെ ഒന്ന് പിടിക്കണേ. എന്റെ മോട്ടു, നീ ഹെൽമെറ്റ് ഒന്ന് ധരിക്കേ. അല്ലെങ്കിൽ നിനക്ക് വേറൊന്നും ധരിക്കാനായി ശരീരം ഉണ്ടാവില്ല. എന്ത് വീണ്ടും മോട്ടുവോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല മഹാറാണി. എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ മോട്ടിനല്ലേ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്. നീ എന്തിനാ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? എനിക്കറിയാം. ആ മഹാരാജാവ് അദ്ദേഹത്തിന്റെ കിരീടത്തിൽ തൊടാൻ സമ്മതിക്കുന്നില്ല. വീണ്ടും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എടോ, എന്റെ പൈസ താടോ. എന്റെ കടയിലത്തെ സാധനങ്ങളൊക്കെ പൊടിച്ചിട്ട് രാജാവിന്റെ അടുത്ത് വന്ന് നഷ്ടപരിഹാരം ചോദിക്കുന്നു. ഇന്നാ, പിടിച്ചോ, പിടിക്കേ, പിടിക്കേ. മതി, നീ ഒന്ന് നിർത്ത്. രാജാവും മന്ത്രിയും കളി കുറച്ച് കൂടിപ്പോയിരിക്കുക. ഈ ഫ്ലൈയിങ് ഹെൽമെറ്റ് ധരിക്ക്. ചിങ്കം സാറേ, അവനെ പിടിക്ക്. എന്നെ പിടിച്ചില്ലേ? ഇനി ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. വരുന്നടാ, എല്ലാവർക്കും ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. പറഞ്ഞു നിൽക്കാൻ. വേണ്ട. Stop in the name of love.
ദ്രോഹികളെ, നിങ്ങൾ എവിടെയാണ് പോയി ഒളിഞ്ഞിരിക്കുന്നത്? പുറത്തേക്ക് വരൂ. ഇളനീർ പട്ടാളമേ, ഈ മഹാരാജാവിന്റെ മോന്തര ഷേപ്പ് മാറ്റണം. ഇവന്റെ അഹങ്കാരം തല്ലി തരിപ്പണമാക്കണം. ചാർജ്. അംഗരക്ഷകനെ വേഗം വരൂ, എന്നിട്ട് ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കൂ. എവിടെയുണ്ട്? എല്ലാവരും വന്ന് എന്നെ ഒന്ന് സഹായിക്കൂ. ഈ ഭാഷ ഭയങ്കര ഭാഷകാരനാണല്ലോ. കൃത്രിമ മേഘം എടുത്തിട്ട് വന്നത് കണ്ടു. എന്നെ വിടൂ. എന്നെ എങ്ങോട്ടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? എന്നെ വിടൂ. എന്നെ വിട്ടേക്കൂ. നിങ്ങളെല്ലാവരും രാജ്യം ആക്രമിക്കാൻ വന്ന ശത്രുപക്ഷക്കാരല്ലേ? മരുന്ന് കുടിച്ചാ ഇവൻ പഴയതുപോലെ ആവില്ല. ഞാനിത് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാ. കുറച്ച് നേരം ക്ഷമിക്കണ്ട ചങ്ങേ. നമ്മൾ കറക്കി കറക്കി ഇവിടുന്ന് താഴേക്ക് ഇടുന്നാ തോന്നുന്നേ. രക്ഷകനെ, എന്താ ഇവിടെ നടക്കുന്നത്? പൊളിക്കട്ടല്ല, ഞാൻ രക്ഷപ്പെട്ടു. ഞാനും രക്ഷപ്പെട്ടു. എന്റെ അമ്മോ, I was escaped. എന്റെ അമ്മോ. Please stop. പത്ലു, നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇവരൊക്കെ എന്തിനാണ് കൈയടിച്ച് ആസ്വദിക്കുന്നത്? അങ്ങനെ നമ്മൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്താ ചെയ്തെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഞങ്ങളുടെ കടകൾ തല്ലി തകർത്തു. ഇപ്പൊ നിങ്ങളുടെ ഡ്രാമ തീർന്നപ്പോ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കാണോ? മര്യാദയ്ക്ക് പറയൂ, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം ആരാണ് തരിക? തന്നില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ മേടിക്കും. നഷ്ടപരിഹാരമോ? എന്ത് നഷ്ടപരിഹാരം? ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്കത് തരേണ്ടത്? എന്റെ മോട്ടു വേഗം ഇവിടുന്ന് ഓടാൻ നോക്ക്. ഞാൻ പിന്നീട് നിനക്ക് പറഞ്ഞു തരാം ഇവരെന്തിനാണ് നഷ്ടപരിഹാരം ചോദിക്കുന്നതെന്ന്. ഓടിക്കോ. ഞങ്ങൾ തീർച്ചയായും നഷ്ടപരിഹാരം തരാം, പക്ഷെ നാളെ വന്ന് തരാം. Watch India's largest kids library only on Jio Hotstar. Download the app now.